ജനങ്ങളോട് ചേർന്ന് നിന്ന ജനാധിപത്യ സർക്കാർ 10ാം വാർഷിക നിലവിൽ സമാനതകളില്ലാത്ത വികസനമാണ് LDF സർക്കാരിന് കേരളത്തിൽ നടപ്പാക്കാനായത്. രണ്ടാം പിണറായി സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് കൊച്ചിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ കേക്ക് മുറിച്ച് മധുരം പങ്കിട്ടായിരുന്നു ഈ ആഘോഷ ചടങ്ങുകൾ. മന്ത്രിമാരായ കെ രാജൻ, കെ കൃഷ്ണൻകുട്ടി, പി രാജീവ്, കടന്നപ്പള്ളി രാമചന്ദ്രൻ, കെ ഗണേഷ് കുമാർ, റോഷി അഗസ്റ്റിൻ എന്നിവർക്കൊപ്പം തന്നെ മുഖ്യമന്ത്രി ഈ സന്തോഷം പങ്കുവെക്കുകയും ചെയ്തു. വികസനവും ക്ഷേമവും മുഖമുദ്രയാക്കി തുടർ ഭരണത്തിലെത്തിയ രണ്ടാം പിണറായി സർക്കാർ 5ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. 2016 അധികാരത്തിൽ വന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള LDF സർക്കാരിന്റെ പ്രവർത്തനം വളരെ മികവുറ്റതായിരുന്നു. അതിന്റെ ഫലമായാണ് 2021 മെയ് 20 വർദ്ധിച്ച ഭൂരിപക്ഷത്തോടെ ഭരണ തുടർച്ചയുണ്ടായത്. നിരവധി വികസന ക്ഷേമ പ്രവർത്തനങ്ങൾക്കാണ് കേരളം പിന്നീട് സാക്ഷിയായത്. വീട്ടമ്മമാർക്ക് പെൻഷൻ നൽകുന്നതടക്കം ക്ഷേമ മേഖലയിലും വിഴിഞ്ഞം തുറമുഖവും ദേശീയപാതയും യാഥാർത്ഥ്യമായതോടെ പുതിയ വ്യവസായ ഇടനാഴികൾ ഉൾപ്പെടെ വൈവിധ്യമാർന്ന പദ്ധതികളുമായി വികസന രംഗത്തും കുതിച്ചുചാട്ടത്തിന് ഒരുങ്ങുകയാണ് ഇപ്പോൾ സർക്കാർ. പ്രകടന പത്രികയിലെ വാഗ്ദാനം നിറവേറ്റുക മാത്രമല്ല, നാടിന്റെ ഭാവി പരിഗണിച്ച് പുതിയ പദ്ധതികൾ ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട്. കേരളം പിന്നിലാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നവരുടെ മുന്നിലേക്ക് തന്നെയാണ് നിരവധി ദേശീയ അന്തർദേശീയ അംഗീകാരങ്ങളുടെ വാർത്തകളും ഇപ്പോൾ തേടിയെത്തിയിരിക്കുന്നത്. അടിസ്ഥാന മേഖലകൾ കൂടുതൽ കരുത്താർജിക്കണമെന്ന കാഴ്ചപ്പാടോടെയാണ് ഓരോ പദ്ധതിയും. കേരള പിറവി ദിനത്തിൽ അതിദരിദ്രരില്ലാത്ത കേരളം പ്രഖ്യാപിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവർത്തിക്കാറുള്ളത് പോലെ. സർക്കാരും ജനങ്ങളും പരസ്പരം കൈകോർത്തു നിൽക്കുന്നതും വർഗീയതയും വിഭാഗതയും കീഴ്പ്പെടുത്താൻ വരുമ്പോൾ മാനവികത ഉയർത്തിപ്പിടിക്കുന്നതുമായ മാതൃകയാണ് കേരളത്തിന്റെ പ്രത്യേകത. ഇത് തുടരണമെന്ന ജനകീയ ഇച്ഛാശക്തി കേരളത്തിൽ ഇപ്പോൾ തന്നെ മുഴങ്ങിക്കഴിഞ്ഞിരിക്കുന്നു.